മുനമ്പത്തെ ഏക പരിഹാരം വഖഫ് നിയമ ഭേദഗതിയാണ്. അതിനാണ് മോദി സർക്കാർ മുൻകൈയെടുക്കുന്നത്. അതിനെയാണ് ഈ ഉറപ്പു നൽകുന്ന CPM-കാരും കോൺഗ്രസും ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ LDF-ന്റെയും UDF-ന്റെയും ഇരട്ടത്താപ്പാണ് ചർച്ചയാവേണ്ടത്. LDF-ലും UDF-ലും കേരള കോൺഗ്രസ്സുകാരുണ്ട്. ക്രൈസ്തവ സഭ ഏക മനസ്സോടെ ഒരുമിച്ച് നിൽക്കുകയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി. അവരൊക്കെ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉയർത്തുന്നുള്ളൂ: വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കണം. വഖഫ് നിയമ ഭേദഗതി നടപ്പിലായാൽ മാത്രമേ മുനമ്പംകാർ നേരിടുന്ന പ്രതിസന്ധി പരിഹാരമാവൂ. മുനമ്പംകാരെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന LDF-ലെയും UDF-ലെയും MLA-മാർ ഒരുപോലെയാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചത്. വഖഫ് ഭേദഗതി നിയമം ചരിത്രത്തിന്റെ ആവശ്യമാണ്. ആ നിയമ ഭേദഗതിയെ എതിർക്കുന്നവർ മുനമ്പംകാർക്കൊപ്പമല്ല. അതുകൊണ്ട് പിണറായി വിജയൻ മുനമ്പംകാർ പൊട്ടന്മാരാന്ന് കരുതരുത്. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങനെ കരുതരുത്. നിങ്ങൾക്ക് മുനമ്പംകാരുടെ ആത്മാർത്ഥമായ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി ഇടപെടൽ നടത്തുക, വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായ നിലപാടെടുക്കുക. നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മുനമ്പംകാരെ പറ്റിക്കുകയാണ്. മുനമ്പംകാർ സമരം നടത്തുന്നത് മുനമ്പംകാർക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തെ വഖഫിന്റെ 95-ലെ ഭേദഗതി നിയമം മൂലം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കൊക്കെ വേണ്ടിയാണ്. വഖഫ് നിയമത്തിന് ഞങ്ങൾ ആരും എതിരല്ല. വഖഫ് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വഖഫ് ഭൂസ്വത്തുകൾ ആരെങ്കിലും അനധികൃതമായി കയ്യേറിയെങ്കിൽ അത് സംരക്ഷിക്കേണ്ടതാണ്. എന്നാൽ വഖഫ് ഭൂസ്വത്തുകൾ കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് നിയമവിരുദ്ധമായി സിവിൽ കോടതിയുടെ അധികാരങ്ങൾ പോലും എടുത്തു കളഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആ നിയമ സംവിധാനങ്ങൾ പൊളിച്ചെഴുതണം. അതിനുള്ള നിയമപരിഷ്കാരവുമായി കേന്ദ്ര സർക്കാർ വരുമ്പോൾ അതിനെ നിങ്ങൾ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുനമ്പംകാരെ സ്നേഹിക്കാൻ ഇറങ്ങരുത്. ഇത് തട്ടിപ്പാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.